അയ്യോ ഇപ്പൊ നേരമില്ലല്ലോ. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കിട്ട്. അയ്യോ സിദ്ധീശ്വര, ഉന്നം തെറ്റിയല്ലോ. ആർക്കാണാവോ കൊണ്ടേ. ഇവിടെ നിന്ന് ഓടിയാലോ. നിക്കടി അവിടെ. കല്ലിപ്പ വാക്കില്ലാതെ കൊണ്ടിരുന്നെങ്കിൽ ഞാനിപ്പോ ചാവില്ലായിരുന്നു. എന്താണ് ഉന്നെ കൊണ്ട് നീ ഒന്നും പറയാത്ത? റോഡിൽ നടുക്കൂടെയൊക്കെ കയറി നടക്കാൻ പറഞ്ഞേ. അത് മാത്രല്ല, താൻ എന്താ മാനത്ത് നോക്കിയാണോ നടന്നേ? ഞാൻ കല്ലെറിയുന്നത് കണ്ടില്ലേ? നിർത്ത്. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? ആ, നീ കല്ലെറിയുന്ന കണ്ടിട്ട് മനഃപൂർവ്വം എന്റെ തലയിൽ വീഴാനായിട്ട് ഞാൻ അങ്ങോട്ട് കയറി വന്ന് നിന്നതാ. എന്റെ പൊന്നോ, ഞാൻ പോവാ. നിന്നോട് സംസാരിച്ച സമയങ്ങളെ താല്പര്യമില്ലാത്തോണ്ട. എന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങ് പോവാന്ന് കരുതിയോ? അല്ല, താനേതാ? ഇതൊന്നും ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. സത്യം പറയടാ, താനിവിടെ മോഷ്ടിക്കാൻ വന്ന കള്ളരല്ലേ? താനിത് എങ്ങോട്ടൊക്കെയായി പറഞ്ഞു പോണേ? മര്യാദയ്ക്ക് പോയി എന്റെ തലയിൽ കല്ലെറിഞ്ഞിട്ട് ഞാനിപ്പം കള്ളനെന്ന് പറയുന്നു. എന്റെ പൊന്നുകുട്ടി, എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. അത് അവനീ ഞാനിപ്പോ പോവാ. തനിക്കുള്ളത് ഞാൻ തരാട്ടോ. അതാരാ? എനിക്കറിയില്ല. പരിചയമൊന്നുമില്ലാത്ത ആൾക്കാരോടാണ് നീ സംസാരിക്കുന്നേ? അത് അനന്തേട്ടാ. ആ ആളിവിടെ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പൊ വഴി അറിയാത്തതുകൊണ്ട് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു. അത്രേ ഉള്ളൂ. എന്നാലും പരിചയമില്ലാത്തവരുമായിട്ടുള്ള കൂട്ടത്ര നല്ലതല്ല. പിന്നെ നീ എന്തേലും പറഞ്ഞോ? അത് ശരിയാന്ന് പറഞ്ഞതാ. എന്റെ തറവാട്, എന്റെ ലോകം, ഗൗരീശങ്കർ. അച്ഛാ വന്നോ എന്റെ കുറുമ്പിപ്പാറു? അച്ഛാ ഒന്ന് പറയണോന്ന് അച്ഛൻ കേൾക്കണ്ടാട്ടോ. അമ്മയ്ക്ക് കുശുമ്പ. അച്ഛന്റെ കുട്ടി അതൊന്നും കാര്യാക്കണ്ട. അല്ലേലും അച്ഛന് ചേച്ചിയോടാ കൂടുതൽ ഇഷ്ടം. എന്നാലോ പറഞ്ഞേ, അച്ഛനും നിങ്ങൾ 4 പേരും ഒരുപോലെയല്ലേ? ഏകദേശം മനസ്സിലായി കാണില്ല. ഇതാണെന്റെ പൊന്നാരച്ഛൻ, ഈ തറവാടിന്റെ കാരണവർ. എല്ലാവരും ഒരുപോലെ കാണണമെന്നും സ്നേഹിക്കണമെന്നും നിങ്ങളെ പഠിപ്പിച്ചത് അച്ഛനാ. എന്നത് ശരിക്കും ഒരു പാവാട്ടോ. എന്റെ എല്ലാ കുസൃതകൾക്കും കൂട്ടി നിൽക്കുന്ന അച്ഛനാ. ഇവ അമ്മ മീനാക്ഷി, ഞങ്ങളുടെ സ്വന്തം മീനു അമ്മ. ഗ്രഹനാഥ, കുട്ടികളെല്ലാം മനസ്സിലാക്കി ജീവിക്കണമെന്ന് പറഞ്ഞ് തറവാടിലെ ജോലികൾ മുഴുവൻ അമ്മ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. കാര്യം ഞങ്ങൾ എപ്പോഴും വഴക്ക് പറയുമെങ്കിലും ആളൊരു ഭാവട്ടോ. പിന്നെ ഇവളുമാര് അവന്തികയും അനാമികയും. ഇവരെ ആദ്യം കാണുന്ന ആർക്കും ഉണ്ടാകുന്നൊരു സംശയമുണ്ട്, ഇവർ ഇരട്ടകളാണെന്ന്. അല്ലാട്ടോ, പക്ഷെ 2 ശരീരമാണെന്നേ ഉള്ളൂ, മനസ്സൊന്ന്. ഞാനൊപ്പിക്കുന്ന പണികൾക്കെല്ലാം വഴക്കിക്കുന്നത് ഇവർക്കായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് 2 കണ്ണുകൾ പോലെ എനിക്ക്. ഇനി ഒരാളെ കൂടെ പരിചയപ്പെടുത്താനുണ്ട്. ഈ മുതലിനി ഇതാനന്ദൻ, അല്ല അനന്തേട്ടൻ, അമ്മാവിന്റെ വിശ്വസ്ത പുത്രൻ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരുടെ നേരെ വിപരീത സ്വഭാവമാണ് ഇവർക്ക്. സ്നേഹമില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ കൂടിപ്പോയതിന്റെ കുഴപ്പമാണ്. എന്റെയും അനന്തേട്ടനെ കല്യാണം മുൻപ് ഉറപ്പിച്ചതാന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ സന്തുഷ്ട കുടുംബം.
ഈ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ സർവർ ഞങ്ങളുടേതാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കൂടാതെ വേറെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരെല്ലാം നമുക്ക് വലിയ പരിചയപ്പെടാട്ടോ. അവനി ഭക്ഷണം കഴിക്കാൻ വന്നേ. ഹാ അതെ വരുന്നു അമ്മേ. അല്ല അവനി നീ ക്ഷേത്രത്തിലേക്കല്ലേ പോയെ? എന്നിട്ട് വീട്ടിൽ കുറെ കാണുന്നില്ലല്ലോ. അത് പിന്നെ ക്ഷേത്രത്തിലേക്കാണെന്നും പറഞ്ഞ് അവിടെയൊക്കെ ചുറ്റി നടന്നിട്ടുണ്ടാവും അമ്മേ. ചുമ്മാ പറയണത് അമ്മേ, ഞാൻ ക്ഷേത്രത്തിലേക്ക് തന്നെയാ പോയത്. അപ്പൊ ചന്ദനക്കുറി എവിടെ? പിന്നെ ഈ കുറിയിലൊക്കെ എന്തായിരിക്കുന്നത്? ഞാൻ പോവാ. ആ പോക്കിൽ എന്തോ ഒരു പന്തി കേടില്ലേനു, നിനക്ക് തോന്നിയോ? എനിക്കും തോന്നി. കണ്ടു പിടിക്കണ്ടേ? പിന്നെ വേണ്ടേ? എന്നാവാ. ചേച്ചി എന്താണ് പെണ്ണെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? എന്താണ് ഒറ്റയ്ക്കിരുന്നൊരു ചിരിയൊക്കെ? അത് കൊള്ളാലോ, എനിക്കിപ്പോ ചിരിക്കാനും പാടില്ലേ? ചേച്ചി ഇന്ന് രാവിലെ അമ്പലത്തിലേക്കെന്നും പറഞ്ഞു പോയി. എന്നിട്ട് ശരിക്കും എന്താ സംഭവിച്ചേ? സത്യം മാത്രം പറഞ്ഞാൽ മതി. പോടി, അനന്തേട്ടപ്പ വന്നില്ലായിരുന്നെങ്കിൽ അയാൾ വീണ്ടും ചേച്ചീനെ എന്തെങ്കിലും പറയില്ലായിരുന്നു. അല്ല ചേച്ചി, എന്താ ചെക്കൻ്റെ പേര്? കല്ല് കൊണ്ടെന്നും പറഞ്ഞ അയാൾ എന്നെ കൊല്ലാൻ വരുമായിരുന്നു, അപ്പോഴാണ് പേര്. അടുത്തത് നമ്മുടെ അനന്തേട്ടനൊക്കെ ഒരു പ്രായം വരും. അല്ല ഇനി എന്ത് നോക്കിയിരിക്കുക? രണ്ടിറങ്ങി പോയ മുറിന്ന് എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് പണി? നീ ഇതെന്താ പറയണേനു? ചേച്ചിക്ക് ഒരുപാട് ചിന്തിക്കാനുള്ളതല്ലേ. വായോ നമുക്ക് പോയേക്കാം. നമ്മളില്ലേ. ഇതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. തമ്പ്രാനെ. എന്താ ബാലേട്ടാ? ആരോ കാണാൻ വന്നിട്ടുണ്ട്. അതാരായിപ്പോ ഈ സമയത്ത്? അറിയില്ല തമ്പ്രാനെ, കണ്ടിട്ടൊരു ചെറുപ്പക്കാരനാണെന്നാ തോന്നേ. ശരി ബാലേട്ടാ, അയാളോട് ഇരിക്കാൻ പറയൂ, ഞാൻ ദാ വരുന്നു. ശരി തമ്പ്രാനെ. നമസ്കാരം തമ്പ്രാനെ. നമസ്കാരം, ഇരിക്കണോ? എന്താണ് തന്റെ പേര്? എന്റെ പേര് വിശ്വനാഥ്. ഞാനിപ്പോ ഈ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പണി വേണമായിരുന്നു, അതിനെ പറ്റി. അപ്പോ പണി അന്വേഷിച്ചു വന്നതാണല്ലേ? മോൻ എവിടെന്നാ വരുന്നേ? ഞാൻ അക്കരയുന്നു. അക്കരെ ഇങ്ങോട്ടേക്ക് ഒത്തിരി ദൂരമില്ലേ? കുറച്ചുണ്ട്. നിനക്ക് കണക്കൊക്കെ നോക്കാൻ അറിയോ? അറിയാം തമ്പ്രാനെ. എന്നാ പിന്നെ അത് തന്നെ ആവട്ടെ. ഇവിടെ ഇപ്പോൾ കണക്ക് പിള്ളയുടെ ഒരു കുറവുണ്ട്. ബാലേട്ടനായിരുന്നു മുൻപ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ. ഇപ്പൊ പ്രായമായില്ലേ, വയ്യാണ്ടായി. നിനക്കതിന് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോന്നോ? ഒരു ജോലി കിട്ടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നന്ദിയുണ്ട് തമ്പ്രാനെ, ഒത്തിരി സന്തോഷമായി എനിക്ക്. എല്ലാവർക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? പിന്നെ വിശ്വൻ ഇവിടെ തന്നെ താമസിച്ചോളൂ, അത്ര ദൂരെയൊന്നും പോയി വരണ്ട. അയ്യോ അത് വേണ്ട തമ്പ്രാനെ, അത് സാരമില്ല. അപ്പൊ ഇനി എന്നും ചിക്കനെ കാണാല്ലേ? എനിക്ക് വയ്യ. എന്താ അമ്മേ? വെള്ളം കൊണ്ടുപോയി കാലികൾക്ക് കൊടുക്ക്. അവളമാരെവിടെ? നിനക്കെന്താ കുട്ടി ചെയ്ത? അവർ തന്നെയല്ലേ 2 ദിവസമായിട്ട് ചെയ്യണ്ടേ? തീരെ അനുസരണല്ലേ ഇപ്പൊ നിനക്ക് വന്നു. മതി ഞാൻ ചെയ്തോളാം. ഇതൊക്കെ എടുത്തങ്ങോട്ട് കഴിക്കടി പാറു. ഈ കുട്ടിയോ? ഈ ഉണ്ടക്കല്ലോ. ചെക്കൻ കുറച്ച് ഗൗരവമൊക്കെ കാണിച്ചിട്ടാ, ഇല്ലെങ്കിൽ വില പോവും.
താനോ എന്താ ഇവിടെ? എന്താടോ ഇത്ര ഗൗരവം? എനിക്കിവിടെ പണി കിട്ടി. താനെന്താ ഇവിടെ? ഓഹോ, എനിക്കിവിടെ തന്നെ പണി. ആഹാ, താനെന്താ ഇവിടെ ചെയ്യുന്നേ? ആ, അത് താൻ കണ്ടില്ലേ, ഇത് തന്നെയാ. ഇയാൾക്കോ? ഞാനിവിടെ കണക്ക് പിള്ളയാ. എന്റെ പേര് വിശ്വനാഥ്. ഞാൻ ചോദിച്ചില്ലല്ലോ. അത് പിന്നെ താൻ ഇയാളെന്നൊക്കെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അല്ല, തന്റെ പേരെന്താ? എന്റെ പേര് അല്ല, ദേവു. തന്റെ ദേഷ്യം ഇതുവരെ കഴിഞ്ഞില്ലേ? നമുക്ക് നല്ല കൂട്ടുകാരാവാം. അങ്ങനൊന്നുമില്ല, ഞാൻ വെറും. എങ്കിൽ ശരി ദേവു, നിന്റെ പണിയൊക്കെ നടക്കട്ടെ, ഞാൻ പോയേക്കുവാ. ശരി. ഓ, എനിക്ക് വയ്യ. ഒന്നിനും അനുസരണയില്ല. എന്താ അമ്മ? നീ ഇതെങ്ങോട്ടേക്ക് ഈ പാത്രമൊക്കെ ആയിട്ട്? കാലികൾക്ക് വെള്ളം കൊടുക്കാൻ. ഈ കുട്ടിക്ക് പറ്റി? ശരി, നീ കൊണ്ടുപോയി കൊടുക്ക്. എന്റെ ഈശ്വരാ, ഇല്ലേലൊരു 100 തവണ വന്നാലും അനുസരിക്കാത്ത കുട്ടിയാ. ഇവക്കിപ്പോ ഇതെന്താ പറ്റി? എല്ലാം അറിഞ്ഞു ചെയ്യണം. എന്തായാലും നല്ലതിനായ മതിയായിരുന്നു. ദേവു, ഇതാരാ? എന്തുണ്ട് മാഷേ വിശേഷം? എന്ത് വിശേഷം? ഇങ്ങനെയൊക്കെ അങ്ങ് പോവുക. ഞാൻ വിളിക്കുന്നതിന് മുമ്പേ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. എന്താണ് ഈ ഒരു പരിങ്ങൽ? ഓ, എന്നാ അങ്ങനെ ആവട്ടെ. ഇന്ന് നേരത്തെ ആണല്ലോ. അത് പിന്നെ പണിയൊക്കെ ഇന്ന് നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് ഇന്ന് ഇറങ്ങിയതാ. പിന്നെ എന്താ? பேசும் வார்த்தைகள் சேகரித்து செய்வேன் அன்பே உரகராதி. நீ தூங்கும் நேரத்தில் தூங்காமல் பார்ப்பேன் தினம் உன் தலை கோதி. காதோரத்தில் எப்போதுமே உன் மூச்சு காற்றின் வெப்பம் சுமப்பேன். கையோடுதான் கை கோர்த்துதான் உன் மார்பு சூட்டில் முகம் புதைப்பேன். வேறென்ன வேண்டும் உலகத்திலே? இந்த இன்பம் போதும் நெஞ்சினிலே. 7 ஜென்மம் வாழ்ந்து விட்டேன். அக்கம் பக்கம் யாருமெல்லாம் பூலோகம் வேண்டும். அந்திப்பகல் உன்னருகே நான் வாழ வேண்டும். என் ஆசையெல்லாம் உன் இறுக்கத்திலே, என் ஆயுள் வரை உன் அணைப்பினிலே. வேறென்ன வேண்டும் உலகத்தில்?